സാധാരണക്കാരെ പോലെ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കാറുണ്ടോ ഒറ്റയ്ക്ക്? ആണോ? അല്ലെ കടയ്ക്കൊക്കെ നടന്നു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? സാധനങ്ങൾ അങ്ങനെയൊക്കെ സാധാരണക്കാരെ പോലെ അല്ലാതെ പിന്നെ ലുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറിയിട്ടാണ് പോക്ക് നമ്മളൊക്കെ. ഏ ഏതവനാടാ ഇവരൊക്കെ? എന്തൊക്കെ ചോദ്യാടാ ചോദിക്കുന്നേ? സാധാരണക്കാരെ പോലെ ഉണ്ടു ഉരുണ്ടു ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ എവിടുന്നാടാ എന്തിനാടാ ഇതിന്റെ പിന്നാലെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വരികയാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അവനും അതേപോലെ തന്നെ പേരക്കുട്ടിയും ചേർന്നുകൊണ്ടുള്ള ഈ മണകുണാഞ്ചിത്തരം. 8ന്റെ പണി കിട്ടിയത് അറിഞ്ഞോ? അക്കൗണ്ട് അങ്ങ് പൂട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. രണസുനയുടെ അക്കൗണ്ടും പൂട്ടി, അതേപോലെ ഇവരുടെ അക്കൗണ്ടും പൂട്ടി. കുറെ ആളുകളുടെ അക്കൗണ്ട് പൂട്ടി കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഇത്തരം ഊളത്തരം കാണിച്ച് അഹങ്കാരം കാട്ടി നടക്കുന്ന ആളുകളുടെ അക്കൗണ്ടൊക്കെ ആരൊക്കെയോ ചേർന്ന് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഹാക്ക് ചെയ്യുന്നു, ബ്ലോക്ക് ആക്കുന്നു, ഡിസബിൾ ആക്കുന്നു, പണി കൊടുക്കുന്നു. രണ്ടാമത് തുടങ്ങുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പണി. ഇപ്പൊ എന്തായാലും അഹങ്കാരത്തിന് ഒരു പണി കിട്ടി എന്നുള്ളതാ. സന്തോഷമായി ചേട്ടാ, സന്തോഷമായി. ഇങ്ങനെ തന്നെ കൊടുക്കണം. 8ന്റെ പണി അങ്ങ് കൊടുക്കണം. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ മകളെ കുറിച്ച് വീഡിയോ ചെയ്ത ആളുകൾക്കൊക്കെ കോപ്പിറൈറ്റ് ഒക്കെ കൊടുക്കണത് കേട്ടല്ലോ അല്ലേ? മക്കള് തെറ്റായ ദിശയിലേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ അത് നേരായ ദിശയിലേക്ക് നയിക്കാനാണ് ഏത് അച്ഛനും അമ്മയൊക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ച കോപ്പിറൈറ്റ് ഒക്കെ കൊടുക്കുന്നോടെ ഒരിക്കൽ നമ്മുടെ അനന്ത് വ്ളോഗിനെതിരെ കേസ് കൊടുത്തൊക്കെ ഓർമ്മയില്ലേ? വീട്ടിൽ പോലീസുകാരെ വിട്ടിട്ടാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത്. അതായത് പവർ ഉണ്ടെങ്കിൽ എന്ത് തേങ്ങാക്കൊലയും കാണിക്കുന്ന രീതിയിലേക്കൊക്കെ മാറുന്നു. എന്തായാലും തുമ്പിയിലേക്ക് എന്നെ തിരിച്ചു വരാം. തുമ്പിയും പ്രാണിയും ഒക്കെ പോയി. കാണാം കാണാം. അവാർഡാ? എന്തിനാണ് അവാർഡ്? മനസ്സിലായില്ല. ഈ കാണിച്ചു നടക്കണതിനാണ് അവാർഡ്? അയ്യയ്യേ, വാലിനെ കാണാനില്ലല്ലോ. എവിടെ പോവാണെങ്കിലും ഉണ്ടാവൂല്ലോ അമ്മാവനെ കാണാൻ ചെല്ല. മാമ എവിടെ? അവാർഡ് കിട്ടിയിരിക്കുന്നു. കുറെ എണ്ണത്തിന് കിട്ടുന്നുണ്ട്. എന്ത് ഉണ്ടൊക്കെയാണ് ഈ അവാർഡ് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഊളത്തരം. എന്തായാലും നമുക്ക് ആ സന്തോഷ വാർത്തയിലേക്ക് കടക്കാം. അവര് തന്നെ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് ഐഡി തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്തോ പോലീസിൽ? അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐഡിയും പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സ്നേഹം നോക്കി ബ്രോ ഗ്ലാസ് പൊക്കിക്കോ. വീഡിയോ എടുക്കുന്ന ആളുകളാണ് പറയുന്നത്. പോലീസിൽ പരാതി കൊടുക്കുക. എന്തുണ്ടാക്കി? ഈ അപരാധം കാട്ടി നടക്കുന്ന പേജ് പോയി എന്ന് പറഞ്ഞ് പോലീസിൽ എന്തിനാ കംപ്ലൈന്റ് ചെയ്യുന്നത്? സ്വർണം വീണ് പോയതൊന്നല്ല. എന്താ പോയതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഊളത്തരം കാണിച്ചു നടക്കുന്ന അക്കൗണ്ടാണ് പൂട്ടിപ്പോയിട്ടുള്ളത്. നന്നായുള്ളൂ എന്നേ പറയുന്നുള്ളൂ. നന്നായുള്ളൂ. എന്തായാലും ഫോർ ദ പീപ്പിൾ എന്നൊരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു. അതായത് ഗവൺമെന്റ് ജീവനക്കാർ കൈക്കൂലി വാങ്ങിയിട്ട് ജനങ്ങളെ വലപ്പിക്കുമ്പോൾ അവർക്ക് 8ന്റെ പണി കൊടുക്കുന്ന ടീംസാണ് ഫോർ ദ പീപ്പിൾ. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇമാതിരി ഊളത്തരം കാണിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ട് പണി കൊടുക്കാൻ ഏതോ ഫോർ ദ പീപ്പിൾ ഇറങ്ങിയിട്ടുണ്ട്. രണസുനയുടെ അഹങ്കാരത്തിന് പിറ്റേ ദിവസം തന്നെ പണി കൊടുത്തു എന്നുള്ളതാണ്. വെല്ലുവിളിച്ച പിറ്റേ ദിവസം തന്നെ. ഇവിടെ ഇവരുടെ അവസ്ഥ അത് തന്നെയാന്നുള്ളതാണ്. അഹങ്കാരം കൊണ്ട് ആളുകൾ എന്താ വെച്ചാൽ പറഞ്ഞിട്ട് എനിക്കെന്താന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ സ്ലാങ്ങിൽ ഡയലോഗ് അടിക്കുന്ന നാട്ടില്. തൃശ്ശൂരിൽ എവിടെയുള്ളാണെങ്കിലും തൃശ്ശൂരുകാരെ നിങ്ങൾക്ക് അപമാനമാണ് കേട്ടോ. നിങ്ങൾക്ക് കുറ്റിപ്പുറംകാർക്ക് അപമാനമായിട്ടുള്ള ജാസി ഉള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് അപമാനകരമായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ട്. തൃശ്ശൂർ സ്ലാങ്ങിൽ ഒരു കാച്ചുന്നുണ്ട്. മാമയും മരിയോളും ചേർന്നിട്ട്. കൊള്ളാം. നല്ല 8ന്റെ പണി. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തേക്ക് കിട്ടുന്നാ പറയുന്നത്. എവിടെ കൊടുത്തിട്ടും കാര്യമില്ല. പണി അറിയുന്ന ആളുകളാണ് തന്നു വെച്ചാൽ അത് പോയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സപ്പോർട്ടാണ് പോയതിന്. അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐഡിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പീല് കൊടുത്താൽ എങ്ങനെ കിട്ടുക? അപ്പീൽ ഒന്നിട്ട് കൊടുക്കരുത്, ഒന്നും കിട്ടൂല. അപ്പീല് കൊടുത്താലൊക്കെ കിട്ടും പോലും. പണി അറിയുന്നവരാണ് പൂട്ടിയതെങ്കിൽ കിട്ടൂല. പിന്നെ പുതിയ നിയമം, എന്റെ പൊന്ന് UDF സർക്കാരെ. ഇന്നിപ്പോ എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയായി എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കല്ലേ? എന്റെ പൊന്നു സതീശൻ ചേട്ടായി ഒന്നേ പറയുന്നുള്ളൂ, ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് ഒരു അറുതി വരുത്തി തരണം. കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് അനുകരിക്കുകയാണെന്നുള്ളതാണേ. സാമ്പത്തികം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ചാടുകയാണെന്നുള്ളതാണേ. അതിനൊരു തീരുമാനം. കൂടാതെ തന്നെ വിദ്യാഭ്യാസം മുഴുവൻ മൊബൈൽ ഫോണിലേക്ക് ചുരുക്കിയ ആ ഒരു വൃത്തികെട്ട പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. ഇപ്പൊ ശിവൻകുട്ടീനെ എന്തായാലും തോൽപ്പിച്ച് കളഞ്ഞല്ലോ. ആ ഒരു സ്ഥിതിക്ക് ഒരു കാര്യം പറയുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ എല്ലാവരുടെ ആവശ്യമാണ് മൊബൈൽ ഫോണിലുള്ള ഈ വൈകുന്നേരം ടീച്ചർ 8 മണിയാകുമ്പോൾ ഈ ഹോംവർക്ക് ചെയ്യിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അയക്കുന്ന പരിപാടി അവസാനിച്ച് സ്കൂളിലെ വിദ്യാഭ്യാസം സ്കൂളിൽ തീരട്ടെ.
വീട്ടിലേക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഊളത്തരം കാണിപ്പിക്കല്ലേ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം, സംഭവം ശരിയാ. പക്ഷെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് VD സതീഷിനോട് അതേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഈ മൊബൈൽ ഫോണിലേക്കുള്ള ഈ പഠന സമ്പ്രദായം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്ന പരിപാടി ഒന്ന് അവസാനിക്കും. ഇപ്പൊ കർണാടകയിലൊക്കെ 16 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കരുത് നിയമം പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും കൂടാതെ ചൈനയത്തൊക്കെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. അവരൊന്നും അധപതിക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാണ് ഇതിലേക്ക് വീണ് നശിച്ച് പണ്ടാരടങ്ങണം. അതുകൊണ്ടാ ഇനി അമ്മാവിന്റെ ഒരു കെയറിങ് കാണിച്ചു തരാവേ. മാമോ സംഭവമൊക്കെ കളറായിട്ടുണ്ട്. അതൊക്കെ നേരാക്കി കൊടുത്തൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനുള്ള അവസരം അത് ഉണ്ടാക്കി കൊടുക്കുന്നത് മാമാ നീയാണ്. മാമ ഊളത്തര. അയ്യയ്യോ, നമ്മുടെ മക്കളൊക്കെ മോശപ്പെട്ട രീതിയിലേക്ക് എങ്ങനെയെങ്കിലും പോവുകയാണെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. നമ്മൾ അവരതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ കുറെ എണ്ണം മോളെ അങ്ങനെ ഇങ്ങനെ പോ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അതിനിടയിൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം, ഇതൊന്ന് കാണാതെ. അവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ ആളാവണം അങ്ങനെ ഒരു വിചാരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. LLB എടുത്ത് ഒരു കോട്ടിട്ട് വക്കീലായിട്ട് വരണം എന്നായിരുന്നു. അപ്പൊ അതെന്തായാലും അത് മാറ്റുന്നില്ല. അതങ്ങനെ ഇത് സൈഡിൽ കൂടെ അങ്ങനെ പോകും. കംപ്ലീറ്റ് ചെയ്താൽ ഇല്ല ഈ LLB പഠിക്കാനൊക്കെ ടൈം കിട്ടുന്നുണ്ടോ? അല്ല, ഇപ്പൊ ചേരാൻ പോകുന്നുള്ളൂ. അത് ശരി, 1ാം ക്ലാസ് ചേർത്തിട്ടില്ല. അപ്പോൾ IAS കിട്ടിയ പോലെ ഡയലോഗ്. ചേരാൻ പോണുള്ളല്ലേ, ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പണ്ടാർത്തുനിന്ന് ഊരി രക്ഷപ്പെടാൻ പറ്റും. കാര്യം ചോദിക്കുക, എന്റെ മാമാ നീ വല്ലാത്തൊരു മാമൻ തന്നെയാടാ. ഓരോരുക്കും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഊളത്തരം കാണിക്കുമ്പോഴാണ് നമുക്ക് ഇതാവുന്നത് എന്നുള്ളതാണ്. ഇനി ഞാനൊരു വീഡിയോ കാണിക്കാവേ, നിങ്ങളിതൊന്ന് കാണണം കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി, നിങ്ങളും കൂടി ഒന്ന് കാണാം. ആദ്യമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടല്ലേ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷം. ഈ ഇടയ്ക്കൊക്കെ കാണാം. ഫാദറാണ്. പാവത്തിനെ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുള്ളതാണ്. ഫാദറാണ്, തൊട്ടടുത്ത് മറ്റും പറ ഫാദറാണ്. എടാ നീ ഒന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ അത് ചിലപ്പോൾ നന്നായി എന്നൊക്കെ വരും. എന്തായാലും അക്കൗണ്ട് പൂട്ടിക്കെട്ടിയല്ലോ, സന്തോഷം. പടച്ച തമ്പുരാനെ, പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ, അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇപ്പൊ അവരുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയതുകൊണ്ട് കുറെ സാധനങ്ങളൊന്നും ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും കുറെ റീൽസ് ഇപ്പോഴും പല ആളുകൾ ഷെയർ ചെയ്തിട്ട് അവിടെ ഒക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി പിറ്റേസം തന്നെ കൂട്ടി കെട്ടിയല്ലോ, സന്തോഷം. ഇൻസ്റ്റാഗ്രാം കൂട്ടാനുള്ള സാധ്യതകളാണ് ഇനി അടുത്ത് തെളിഞ്ഞു വരുന്നത്. രണസുനയുടെയും കൂട്ടും ഇതിന്റെയും കൂട്ടും. പിന്നെ ഇതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കിട്ട് കൊട്ടുന്ന കുറെ കോപ്പിറൈറ്റ് തരുന്ന കുറെ ടീംസ് ഉണ്ട്. അവരോട് ഒന്നേ പറയുന്നുള്ളൂ, പൊന്നു മക്കളെ, നിങ്ങൾ കാണിക്കുന്ന ഈ ഊളത്തരം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഊളത്തരം ഉണ്ടല്ലോ, സ്വന്തം വീട്ടിൽ നിങ്ങളുടെ ആരെങ്കിലൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ ആളുകളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. മാതാപിതാക്കൾ ഇത് കാണണം, ഇത് അറിയണം, ഇങ്ങനെ ഒരു അപകടം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ വരുന്ന കുട്ടികളിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് മാറുന്നത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ മക്കൾ അങ്ങനെ പോകുമെന്നുള്ള ഭയം കൊണ്ടാണെന്നുള്ളതാണ്. ചില ആളുകൾ പറയും നിങ്ങൾ വളർത്തുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. നമ്മൾ എങ്ങനെ നോക്കി വളർത്തിയാലും സോഷ്യൽ മീഡിയ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇൻഫ്ലുവൻസ് ആയിട്ട് ആ രീതിയിലേക്ക് അവർ മാറുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ അവസ്ഥ കണ്ടില്ലേ, സ്വാതന്ത്ര്യം വാരിക്കോരി കൊടുത്തതാ, പക്ഷെ ഇപ്പൊ എന്താ, മിണ്ടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അതാണ് മക്കളെ നിവർത്തിക്കേട്. ആ നിവർത്തിക്കേട് നമുക്ക് വരരുത്. അതുകൊണ്ടാണ് പാടാൻ അറിയില്ല, ഡാൻസ് കളിക്കാൻ അറിയില്ല, പിന്നെ ആകെ എന്താ അറിയുന്നത് ഇതാ. 10 സെക്കൻഡ് കൊണ്ട് വൈറലാവണ സംഭവില്ലേ? കുറ്റം പറയും. പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മളെന്തിനാ മൈൻഡാക്കുന്നേ? ആ അഹങ്കാരത്തിന് അധികം വൈകാതെ തന്നെ പേജ് പൂട്ടി കെട്ടിയില്ലേ, അത്രേ ഉള്ളൂ. പാടാൻ അറിയില്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല, ആകെ അറിയുന്നത് എന്താ, ഇതൊക്കെ തന്നെ. ഒന്നും കൂടി കണ്ടോ? പറ്റണില്ലെങ്കിൽ പറ്റാത്തടത്ത് കേറണ അല്ലേ? അതെല്ലാം ആൾക്കാർ ചോദിക്കുന്നേ. ഈ വീഡിയോ ഞാൻ മുന്നേ റിയാക്ട് ചെയ്തതാണ്. ഇത് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിലാണ് അവർ അക്കൗണ്ട് പൂട്ടിപ്പോയത്. കാരണം അത്രക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ് പോയതെങ്കിൽ ഇത് ഇങ്ങനെയല്ല എടുക്കേണ്ടത്.
മറ്റുള്ള ചിലത് എക്സ്പ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. കടന്നു പോയോ വേഗം പുറത്തേക്ക് പോയ സിമ്പിൾ വായോ പോയി ഇങ്ങനെ കിടന്നേ. ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ ധരിക്കേണ്ടത് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങോട്ട് കയറിയത് എങ്ങനെ വന്നേന്നൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്ന ആളാണ് മാമ. എന്റെ പൊന്നു മാമ, നമ്മളൊക്കെ വീട്ടിൽ കുട്ടികളൊക്കെ വസ്ത്രം ഒന്ന് ഓവറാവെന്ന് തോന്നുമ്പോ തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലേ. പക്ഷെ എന്താ ചെയ്തോ, ഇതാണ് ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ ഞാൻ ജീവിതത്തിൽ അതിട്ടാണ്. ക്ഷീണിച്ചു പോയല്ലോ നീ അയ്യോ വാടി കുറഞ്ഞല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വലിഞ്ഞ് കേറി ചാടി മറിഞ്ഞിട്ടൊക്കെ പോയത് ഇഷ്ടായില്ലേ? നല്ല ഇഷ്ടായിട്ടോ. നമുക്ക് ഇനി എന്തായാലും വരണം, മഴക്കാലത്തും കൂടെ വരണം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഇത്ര നാളായിട്ട് കുറച്ചൊന്ന് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ വീണ്ടും സജീവമായിട്ട് വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അത്ര എന്തായാലും സജീവനായിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പേജൊക്കെ പൂട്ടിക്കെട്ടിയില്ലേ. ഇനി അഹങ്കാരം ഒന്ന് കുറയ്ക്കുക. നിങ്ങളെ കണ്ട് കുറെ ആളുകൾ ഈ രീതിയിലേക്ക് നടക്കുമ്പോൾ, ഇങ്ങനെ ആവാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് മാതാപിതാക്കൾക്ക് വിഷമം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം, ഒരു ബോധമുള്ളത് നല്ലതാണ്. നിങ്ങളുടെ വീട്ടുകാർക്ക് ചിലപ്പോൾ കുഴപ്പമില്ല എന്ന് വരാം, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഭയങ്കര വിഷമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മക്കളുടെ വസ്ത്രധാരണം ഉണ്ടല്ലോ, അത് നമുക്കൊരു 18 വയസ്സ് വരെയെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് മാതാപിതാക്കളാണല്ലേ. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പണ്ടൊക്കെ നമ്മളെ വീട്ടുകാർ തല്ലി വളർത്തിയിരുന്നു പറയും. ഇപ്പൊ അങ്ങനെയല്ല, തല്ലി അങ്ങോട്ട് വളർത്താനൊന്നും കഴിയില്ല. തിരിച്ചിങ്ങ് 4 കുത്തു കിട്ടുമോ എന്നുള്ള ഭയമാണ് എന്നുള്ളതാണ്. അത്രത്തോളം മാറുന്നു, ജനറേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കുന്നതാണ്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ അവരവരുടെ തന്നിഷ്ടത്തിന് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപകടം തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ അപകടം മനസ്സിലാക്കുന്ന, ആ അപകടം തിരിച്ചറിയുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ പരമാവധി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.